ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് സാർ വന്നിരിക്കുന്നത് നമ്മുടെ എക്സാമിനേഷനുമായിട്ട് അടുത്തിരിക്കാണ് നമ്മൾ. അപ്പൊ മക്കളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എക്സാമിനേഷനായിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ സാർ, ഏതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങൾ എന്നറിയാൻ എല്ലാ മക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കാണെന്ന് സാറിന് അറിയാം. അതുമായിട്ട് തന്നെയാണ് സാർ വന്നിരിക്കുന്നത്. എക്സാമിനേഷന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമുക്ക് അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എന്ത് ചെയ്യണം, എഴുതി തീർക്കണം. അപ്പൊ എല്ലാവരും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ, ഈ ക്ലാസ് കാണുമ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് അടിക്കാനോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സാർ കുറെ കഥകളൊന്നും പറയുന്നില്ല, നമ്മൾ ടോപ്പിക്കിലേക്ക് നേരിട്ട് പോകണേ. നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അല്ലെങ്കിൽ വൻകരകളും സമുദ്രവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചെടുക്കേണ്ടത്? അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോണ്ടിനെന്റ്സ് തന്നെയാണ്. കോണ്ടിനെന്റ്സ് ബേസ് ചെയ്തിട്ട് കുറെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ കോണ്ടിനെന്റ്സും അതിന്റെ ഫീച്ചേഴ്സും ആദ്യം പഠിച്ചു പോകാം. ഓരോ വൻകരകളും അതിന്റെ സവിശേഷതകളും പഠിച്ചു പോകുന്നതോടുകൂടി നമ്മളെ ആ ഭാഗം ക്ലിയർ ആയി. രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഒരു ഭാഗം കോണ്ടിനെന്റ്സും മറ്റൊരു ഭാഗം ഓഷ്യൻസും. ഒരു ഭാഗം വൻകരയും മറ്റൊരു ഭാഗം സമുദ്രങ്ങളും. വൻകര നമ്മൾ ഇന്ന് പഠിക്കുന്നു, അടുത്ത വീഡിയോയിൽ സാർ സമുദ്രവും പഠിപ്പിച്ചു തരുന്നു. മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും, എഴുതി തീർക്കുന്നതാണ്. അപ്പൊ മക്കൾക്ക് ഉഷാറായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നമ്മൾ ടോപ്പിക്കിലേക്ക് നേരിട്ട് കിടക്കാണ്. വൻകരകളും സമുദ്രങ്ങളും എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഏഷ്യയെ കുറിച്ചാണ്. ഏഷ്യ വൻകരയെ കുറിച്ചാണ്. ഏഷ്യ വൻകരയെ കുറിച്ച് പറയുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാം. ഏഷ്യയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും മോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും സാർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. മക്കൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് ആണ് സാർ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര തന്നെയാണ് ചോദ്യം വരിക. എക്സാമിനേഷന് ചോദ്യം വരുമ്പോൾ ഏഷ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, ഏഷ്യ വൻകരയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നായിരിക്കണമെന്നില്ല ചോദ്യം. ഈ സവിശേഷത തന്നിട്ട്, ഈ ഫീച്ചർ തന്നിട്ട് അത് ഏത് കോണ്ടിനെന്റിന്റെയാണ് എന്ന രീതിയിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിവിടെ പറയുന്നുണ്ട് ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ഏഷ്യ എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. മക്കൾക്ക് അറിയുന്ന കാര്യം തന്നെ അല്ലെ. ഏഷ്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്. It is located to the north of the Indian Ocean. ഇന്ത്യൻ ഓഷ്യന്റെ നോർത്ത് ആയിട്ടാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഏഷ്യ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മളോട് പറയുന്നുണ്ട് ഇറ്റ് ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു കോണ്ടിനെന്റ് കൂടിയാണ്, വൻകര കൂടിയാണിത് ഏഷ്യ. മലയാളം കൂടി നോക്കാം നമുക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. അതും കൂടി മക്കൾ ആലോചിച്ച് വെക്കണേ. ഇന്ത്യ ഇസ് എ പാർട്ട് ഓഫ് ഏഷ്യൻ കോണ്ടിനെന്റ്. ഓക്കെ, അത് മക്കൾ എന്ത് ചെയ്യണം, ആലോചിച്ച് വെക്കണം. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും എവിടെയാണ്? ഏഷ്യയിലാണ്. ഈ 2 പോയിന്റും കണക്റ്റഡ് ആണ് മക്കളെ. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ്, അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. മക്കൾ അത് ഓർമ്മിച്ച് വെക്കുക. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഈ 2 പോയിന്റ്സും കണക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു പോയിന്റ് അതിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ്? വിച്ച് കോണ്ടിനെന്റ് ഈസ് കൺസിഡർഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അത് ഏഷ്യയാണ് എന്ന് ആൻസർ ചെയ്യാം. ഏഷ്യ വൻകരയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം വരുന്നെങ്കിൽ അവിടെയും മക്കൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ്, അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വൻകരയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കായിട്ടാണ്, നോർത്ത് ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ആയിട്ട് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കോണ്ടിനെന്റ്സിനെ കുറിച്ചാണ്, നമ്മുടെ വൻകരകളെ കുറിച്ചാണ്. വൻകരകൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഏഷ്യയെ കുറിച്ചാണ്. ലോകത്തിലെ നമ്പർ 1 വൻകര അല്ലെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിയ വൻകരയാണെന്ത്? ഏഷ്യ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് സാറ്. ഓക്കെ, സെറ്റ് ആവാതെ എവിടെ പോകാനല്ലേ മക്കൾ? എല്ലാവരും ക്ലിയർ ആയിട്ട്, വ്യക്തമായിട്ട്, കൃത്യമായിട്ട് പഠിച്ച് നിൽക്കുകയാണ്. സാറിന് അറിയാം, നമ്മളിത് പഠിപ്പിച്ചതാണ് ചാപ്റ്ററിൽ. എന്നാലും ഈ ഒറ്റ വീഡിയോ കാണുന്നതിലൂടെ മക്കൾ കോണ്ടിനെന്റ്സ് സെറ്റ് ആക്കി വെക്കുക. ഡൗട്ട്സ് ഒന്നുമില്ലാതെ സെറ്റ് ആക്കി മക്കൾ എന്ത് ചെയ്യുക, കോണ്ടിനെന്റ്സ് വെക്കുക. ദെൻ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്, ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ആഫ്രിക്ക വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ആർക്കുള്ളത്? ആഫ്രിക്കയ്ക്കുള്ളത്. ഇനി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൽ 2ാം സ്ഥാനം.
ഇറ്റ് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ പോപ്പുലേഷനിൽ സെക്കൻഡ് പൊസിഷൻ ആണ്, രണ്ടാം സ്ഥാനമാണ് എന്ത് ആഫ്രിക്കയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടി സാർ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡെസേർട്സ്. കൂടുതൽ പ്രദേശങ്ങൾ എന്താണ്? ഡെസേർട്സ് ആണ്, മരുഭൂമികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കുറവായിരിക്കും? കൃഷി കുറവായിരിക്കും. ഹാൻഡ്സ് അഗ്രികൾച്ചർ സ്പേസ്, അഗ്രികൾച്ചർ അതുകൊണ്ട് തന്നെ കുറവാണ്. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ ആഫ്രിക്ക നിൽക്കുന്നുണ്ട്. ആഫ്രിക്കയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണം മക്കൾ. ഇതിൽ 3 പോയിന്റ്സ് അവിടെ എഴുതാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ തന്നിട്ട് ഇത് എന്തിന്റെ ഫീച്ചറാണ്, ഇത് എന്തിന്റെ സവിശേഷതയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അത് ആഫ്രിക്കയുടെ സവിശേഷതയാണ്, ആഫ്രിക്കയുടെ ഫീച്ചറാണ്, നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ദെൻ അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ പോവാണ്, നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കുറച്ചധികം പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ പോയിന്റ്സും മക്കൾ പഠിക്കണമെന്ന് സാർ പറയുന്നില്ല. ഒരു 3 പോയിന്റ്സ് എല്ലാ കോണ്ടിനെന്റ്സിനും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എല്ലാ പോയിന്റ്സും മക്കൾ വായിച്ചു പോകണം. കാരണം അതിലേതെങ്കിലും ഒരു പോയിന്റ്സ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് എല്ലാ പോയിന്റ്സും മക്കൾ വായിച്ചു പോകണം. ഓക്കെ, നമുക്ക് നോക്കാം. നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷൻ. പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഇടയിലാണ്. എന്ത് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇറ്റ് സ്റ്റാൻഡിങ് തേർഡ് സൈസിൽ എത്രയാണ്? തേർഡ് ആണ്. മൂന്നാമത്തെ പൊസിഷൻ ആണ് എവിടേക്കുള്ളത്? നമുക്ക് കാണാൻ പറ്റും നോർത്ത് അമേരിക്കക്കുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി മൗണ്ട് മാക്കിൻലി ഇൻ അലാസ്ക മൗണ്ടൻ റേഞ്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന എന്താ പറയാ നിര എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അലാസ്ക പർവ്വത നിരയിലെ മാക്കിൻലി ആണ് എന്ത് ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് പീക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ദ 5 great lakes which together hold 21% of the world's available fresh water are located here. ലോകത്തിൽ ലഭ്യമായിട്ടുള്ള ഉപരിതലത്തിലെ ശുദ്ധജലത്തിന്റെ 21% എവിടെയാണ്? അവിടെ ഉള്ള 5 തടാകങ്ങളിലായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഇനി നമ്മൾ അടുത്തേക്ക് പോവാണ്, സൗത്ത് അമേരിക്കയിലേക്ക് പോവാണ്. തെക്കേ അമേരിക്കയിലേക്ക് എത്തി നിൽക്കാണ് നമ്മൾ. സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിലേക്ക് നമ്മൾ എത്തി നിൽക്കാണ്. പിക്ചേഴ്സ് നോക്കാം. It is located between the Pacific Ocean and the Atlantic Ocean. പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയിലായിട്ടാണ് സൗത്ത് അമേരിക്ക ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെയോ നമുക്ക് അടുത്ത എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആണ്, ഇത് എത്രാം സ്ഥാനത്താണ്? ഫോർത്ത് 4ാം സ്ഥാനത്താണ്. ഇറ്റ് സ്റ്റാൻഡ് ഫോർ 4th in size. മൗണ്ട് അക്കോങ്ക്വാ is the highest peak എന്ന് പറയുന്നത്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ്? മൗണ്ട് അക്കോങ്ക്വയാണ്. എവിടെ? സൗത്ത് അമേരിക്കയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി റിവർ ആമസോൺസ് with the largest share of fresh water flows through this continent. ഇതിലൂടെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടുപോകുന്ന എന്താ പറയുക ആമസോൺ നദി ഒഴുകുന്നത്. ഇതിലെ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡെൻസ് ഫോറസ്റ്റ് ഏരിയാസും കൂടി ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്. ഇതിലൊരു 4 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു വെക്കുക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് തെക്കേ അമേരിക്കയുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടുപോകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ് എന്ന് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഓക്കെ, മോസ്റ്റ് 3 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി 5ാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക. 5ാം സ്ഥാനത്തുള്ള അന്റാർട്ടിക്കയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നോക്കാം. അന്റാർട്ടിക്ക സ്റ്റാൻഡ് 5th in size. സൈസിൽ 5ാം സ്ഥാനമാണ് അന്റാർട്ടിക്കയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ coldest region in the world. ലോകത്തെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെയോ ഇറ്റ് ഈസ് നോൺ ആസ് ദ വൈറ്റ് കോണ്ടിനെന്റ് സിൻസ് ഇറ്റ് കവേഴ്സ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവൻ സ്നോ കവേർഡ് ആയതുകൊണ്ട് തന്നെ മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് എന്തറിയപ്പെടുന്നുണ്ട്? വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നുണ്ട്. വെളുത്ത വൻകര അല്ലെങ്കിൽ വൈറ്റ് കോണ്ടിനെന്റ് എന്ന് എന്തറിയപ്പെടുന്നുണ്ട്? അന്റാർട്ടിക്ക അറിയപ്പെടുന്നുണ്ട്. 5th പൊസിഷനിലാണ് അന്റാർട്ടിക്ക. എന്താണ്? വെള്ളക്കുട്ടൻ എന്നാണ്, അല്ലെങ്കിൽ വൈറ്റ് കോണ്ടിനെന്റ്, വെള്ള വൻകര എന്നാണ്, വെളുത്ത വൻകര എന്നാണ് എന്തറിയപ്പെടുന്നത്? അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് വെളുത്ത വൻകര? ഏതാണ് വെളുത്ത ഭൂഖണ്ഡം അല്ലെങ്കിൽ വെളുത്ത വൻകര? ഏതാണ്? വൈറ്റ് കോണ്ടിനെന്റ്. വിച്ച് ഈസ് എ വൈറ്റ് കോണ്ടിനെന്റ് ചോദിക്കുകയാണെങ്കിൽ മക്കൾ അവിടെ കൃത്യമായിട്ട് ആൻസർ കൊടുക്കുക. അന്റാർട്ടിക്കയാണ് വൈറ്റ് കോണ്ടിനെന്റ് എന്ന് മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആൻസർ കൊടുക്കുക. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോവാണ്? ഇനി നമ്മൾ പോകുന്നത് യൂറോപ്പിലേക്കാണ്. 6ാം സ്ഥാനത്താണ് യൂറോപ്പ് നമുക്ക് കാണാൻ പറ്റും. നോക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ അറ്റ്ലാന്റിക് ഓഷൻ ആൻഡ് ഏഷ്യ. ഏഷ്യക്കും അറ്റ്ലാന്റിക് ഓഷനും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാൻഡ് 6th in size. സൈസിൽ 6th പൊസിഷനിലാണ്.
പൊസിഷനിലാണ്. സൈസിൽ 6ാം സ്ഥാനത്താണ് യൂറോപ്പ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഉരാൽ മൗണ്ടൻ റേഞ്ച് സെപ്പറേറ്റ്സ് ഇറ്റ് ഫ്രം ഏഷ്യ. ഏഷ്യയിൽ നിന്നും ഇതിനെ വേർതിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഉരാൽ മൗണ്ടൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഉറാൽ പർവ്വതനിരയാണ് ഏഷ്യയിൽ നിന്നും യൂറോപ്പിനെ വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് ദ തേർഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ലോക ജനസംഖ്യയിലെ 3ാം സ്ഥാനത്താണ് ആരുള്ളത്? നമുക്ക് കാണാൻ പറ്റും യൂറോപ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് സൗതേൺ യൂറോപ്പ് എൻജോയ്സ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. ദ നോർത്തേൺ പാർട്ട് എക്സ്പീരിയൻസ് സിവിയർ കോൾഡ്. നമുക്ക് കാണാൻ പറ്റും എന്താ പറയാ, തെക്ക് ഭാഗത്ത് മിതമായിട്ടുള്ള ചൂട് തണുപ്പാണെങ്കിൽ വടക്ക് ഭാഗത്ത് എന്താണ് അതികഠിനമായിട്ടുള്ള തണുപ്പാണ് നമുക്ക് കാണാൻ പറ്റും. യൂറോപ്പ് 6ാം സ്ഥാനമാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്, ഒരു വരവിന് വേണ്ടി മക്കൾ കാത്തിരിക്കാണ്. അതാണ് ആര്? അതാണ് ഓസ്ട്രേലിയ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. കുഞ്ഞാണ്. ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്. ഏറ്റവും ചെറിയ വൻകരയാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഓസ്ട്രേലിയ അലോങ് വിത്ത് എ ഫ്യൂ സറൗണ്ടിങ് ഐലാൻഡ് ഈസ് നോൺ ആസ് ഒഷാനിയ. നമുക്ക് കാണാൻ പറ്റും ഒഷാനിയ എന്നും എന്തറിയപ്പെടുന്നുണ്ട്? ഓസ്ട്രേലിയ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് റെഫർഡ് ആസ് ദ ഐലാൻഡ് കോണ്ടിനെന്റ് ആസ് ഇറ്റ് സറൗണ്ടഡ് ബൈ ഓഷ്യൻസിനാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ ഇത് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ഐലാൻഡ് കോണ്ടിനെന്റ്സ്. അതുപോലെ തന്നെ ഓഷ്യാനിയ എന്ന് പറയുന്നത് ഏത് കോണ്ടിനെന്റ് ആണ്? അത് ഓസ്ട്രേലിയ ആണ് മക്കളെ, അത് ഓസ്ട്രേലിയ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോണ്ടിനെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. കോണ്ടിനെന്റ്സിനെ കുറിച്ച് എന്ത് ചോദ്യം വന്നാലും സിമ്പിളായി മക്കൾ ആൻസർ ചെയ്യണം. ഇതുപോലെ തന്നെ ഇതിൽ ഓരോന്നിന്റെയും എവിടെയാണ് ഈ ചിത്രം തന്നിട്ട് ഇത് ഏത് കോണ്ടിനെന്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാലും മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സിമ്പിളായി, വളരെ വ്യക്തമായി, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളി. നമ്മൾ ലൈവിലൊക്കെ വരുന്നതാണ്. അപ്പൊ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? അവിടെ വന്ന് ചോദിക്കാം, സാർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ, ബൈ.